നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. കുറ്റങ്ങൾക്കെല്ലാം കാരണമായി വർത്തിക്കുന്നത് കാമം അഥവാ ആഗ്രഹമാണ്. ആഗ്രഹം എന്ന ശത്രുവിനെ കീഴടക്കിയാൽ ജീവിതത്തിൽ മറ്റുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്നും മോചനം നേടാം. ആഗ്രഹം മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകിടന്ന് മറ്റുള്ള തിന്മകൾക്ക് വഴിയൊരുക്കുന്നു. അങ്ങനെ ബാഹ്യ കുറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും കാമം തന്നെയാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം എന്നിങ്ങനെയുള്ള കുറ്റങ്ങളിൽ കാമമൊഴികെ മറ്റുള്ളവ ഒരാളിൽ ബാഹ്യമായും കാമം ആന്തരികമായും തങ്ങി നിൽക്കുന്നു. ഈ പറഞ്ഞ ബാഹ്യകുറ്റങ്ങൾ ഉപേക്ഷിച്ചാൽ പുരുഷാർത്ഥ മാർഗമായി. എന്നാൽ അകതാരിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറ്റങ്ങൾക്കെല്ലാം കാരണമായ കാമമെന്ന കുറ്റം ഉപേക്ഷിച്ചാലേ പുരുഷാർത്ഥം മഹത്വമായി മാറുകയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. കർമ്മം ചെയ്താൽ മതിയെന്ന് എല്ലാവരും പറയും. പക്ഷേ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം കൂടാതെയുള്ള കർമ്മം ശരിയായ കർമ്മമാകുകയില്ല. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. കല്യാണിനം സരസചിത്രഗതിം സവേഗം സർവേംഗിതജ്ഞമനഘം ധ്രുവലക്ഷണാഢ്യം ചേതസ്തുരംഗമധിരുഹ്യ ചര സ്മരാരേ നേതസമസ്തജഗതാം വൃഷഭാധിരൂഢ. കല്യാണിനം സരസചിത്രഗതിം സവേഗം സർവേംഗിതജ്ഞമനഘം ധ്രുവലക്ഷണാഢ്യം ചേതസ്തുരംഗമധിരുഹ്യ ചര സ്മരാരേ നേതസമസ്തജഗതാം വൃഷഭാധിരൂഢ. ഇനി ശങ്കര സ്തോത്രാമൃതം. കാളപ്പുറത്ത് സഞ്ചരിക്കുന്ന ശ്രീ പരമേശ്വരനോട് തൻ്റെ മനസ്സാകുന്ന കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കാൻ അപേക്ഷിക്കുന്നതാണ് ശിവാനന്ദ ലഹരിയിലെ 75-ാം ശ്ലോകം. മംഗളശീലത്തോടു കൂടിയതാണ് മനസ്സാകുന്ന കുതിര. നല്ല സഞ്ചാരശീലവും സർവ ഇംഗിതങ്ങളും അറിയുന്ന ശുഭലക്ഷണത്തോടു കൂടിയതുമാണ് മനസ്സ്. ഈ ശ്ലോകം ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 75-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഭഗവാനോട് സ്മരാരിയോട്
തൻ്റെ മനസ്സാകുന്ന കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഭക്തൻ. ഇവിടെ സംബോധനകൾ സമസ്ത ജഗതാം നേതഃ, വൃഷഭാധിരൂഢ, ഈ രണ്ട് സംബോധനകൾ ശ്രദ്ധേയങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ സമസ്ത ജഗതാം നേതഃ, സമസ്ത ലോകങ്ങളുടെയും നേതാവ് ആണ് ഭഗവാൻ. അപ്പം എല്ലായിടത്തും സഞ്ചരിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ സഞ്ചരിക്കുന്നതാകട്ടെ വൃഷഭാധിരൂഢനായിട്ടാണ്, കാളപ്പുറത്താണ്. കാള പതുക്കെ സഞ്ചരിക്കുന്ന ആളാണല്ലോ. അപ്പം അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ മനസ്സാകുന്ന ചേതസ്തുരകമധിരുഹ്യ, ചേതസ്തുരംഗമധിരുഹ്യ ചര, എൻ്റെ മനസ്സാകുന്ന തുരങ്കത്തിൽ കയറി, ചരിച്ചാലും സഞ്ചരിച്ചാലും യാത്രയായാലും അങ്ങേക്ക് സുഖമുണ്ടാവും, എനിക്കും സുഖമുണ്ടാവും. അങ്ങൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതനായാൽ, എൻ്റെ മനസ്സാകുന്ന കുതിരപ്പുറത്ത് അങ്ങ് സഞ്ചരിക്കുന്ന പക്ഷം ഞാൻ മുക്തനായിത്തീരും, അങ്ങേക്ക് വേഗതയും കൂടും എന്ന് സ്മരാരിയെ വിളിച്ച് പറയുകയാണ്. സ്മരാരി, സ്മരൻ്റെ അരി, സ്മരൻ കാമദേവൻ. സ്മരാരി ശബ്ദം സകല ആഗ്രഹങ്ങളെയും കാമങ്ങളെയും ജയിച്ച പരമേശ്വരൻ്റെ സ്വസ്ഥിതിയെ കാണിക്കുന്നു. അക്കാലത്തിൽ വസന്തം സംപ്രാപ്തമായി, അതിൻ്റെതായ വിശേഷങ്ങൾ, സർവത്ര പുഷ്പങ്ങളും വസന്തത്തിൻ്റെതായ പക്ഷികൂജനങ്ങളുമെല്ലാമായി. ആ സമയത്താണ് കാമദേവൻ ശിവന് നേർക്ക് അമ്പെയ്യാൻ തയ്യാറായി നിൽക്കുന്നത്. ആ കാമദേവൻ്റെ അമ്പേറ്റവരൊക്കെ കാമവശകരായിട്ടുണ്ട് സകലരും. എന്നാൽ ലക്ഷണങ്ങളെ കൊണ്ട് അറിയുന്നവനായ പരമേശ്വരൻ വസന്തത്തിൻ്റെയും മറ്റും ലക്ഷണങ്ങളെ കണ്ട് ഒന്ന് നോക്കിയപ്പോഴാണ് തൻ്റെ നേർക്ക് അമ്പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കാമനെ കാണുന്നത്. ആ സമയത്ത് അവിടത്തെ മൂന്നാം കണ്ണിൽ നിന്ന് അഗ്നി പ്രസരിക്കുകയും കാമദേവൻ ഭസ്മമായി തീരുകയും ചെയ്തു. ഈ ഒരു ഉദന്തത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് സ്മരാരി എന്ന ശബ്ദം, സ്മരാരെ എന്ന സംബോധന. അപ്പോൾ എന്തുകൊണ്ട്, എങ്ങനെയുള്ള കുതിരപ്പുറത്താണ് കയറേണ്ടത്? കല്യാണിനം, കല്യാണശീലത്തോടു കൂടിയ, മംഗളശീലത്തോടു കൂടിയ, നല്ല മെരുക്കമുള്ള ഐശ്വര്യമുള്ള കുതിരയാണ്. അതുകൊണ്ട് അതിൽ കയറിയാലും സരസചിത്രഗതിം, സരസമായ ചിത്രങ്ങളായ മനോഹരങ്ങളായ കാൽവെപ്പുകളോട് കൂടിയ കുതിരയാണ്. എന്ന് വെച്ചാൽ വളരെ നല്ല സഞ്ചാരശീലത്തോടു കൂടിയ കുതിരയാണ്. നല്ല സഞ്ചാരശീലത്തോടു കൂടിയതാണെങ്കിലും വേഗതയില്ലെങ്കിൽ പ്രയോജനമില്ല. അതുകൊണ്ട് പറയുകയാണ് സവേഗം, സവേഗം, വേഗതയോടു കൂടിയ കുതിരയാണ്, വളരെ വേഗത്തിൽ ഓടുന്ന കുതിരയാണ്. അപ്പോൾ മംഗളശീലത്തോടു കൂടിയതും നല്ല നടപ്പുകളോട് കൂടിയതും വളരെ വേഗതയുള്ളതും സർവേങ്കിതജ്ഞം, സർവ ഇംഗിതങ്ങളെയും അറിഞ്ഞു പെരുമാറാൻ കഴിവുള്ള കുതിരയാണ്. അത് കുതിരയ്ക്ക് മുഖ്യമാണ്, കുതിരസവാരിയിൽ ഏറ്റവും പ്രധാനമാണ്. കുതിരയെ നയിക്കുന്നവനാരോ അയാളുടെ മനസ്സറിഞ്ഞ് സഞ്ചരിക്കാൻ കഴിയണം. അതാണ് കുതിരയുടെ മഹിമ. അങ്ങനെ മനസ്സറിഞ്ഞ് സഞ്ചരിക്കാൻ കഴിവുള്ള കുതിരയാണ്, ഇംഗിതങ്ങളെ അറിയുന്നവനാണ്. ഇംഗിതജ്ഞമായ, അനഘം, വിലമതിക്കാനാവാത്ത, ഒരിക്കലും യാതൊരു പാപവാസനയുമില്ലാത്ത, എന്ന് വെച്ചാൽ അനുസരണശീലമുള്ള കുതിരയെ സംബന്ധിച്ച്. അഘമെന്നാൽ പാപമാണ്, അനഘമെന്നാൽ പാപരഹിതമാണ്. അപ്പോൾ ഇവിടെ പാപം എന്ന് പറഞ്ഞാൽ കുതിരയുടെ ദുഷിച്ചശീലങ്ങളാണ്. അത്തരം യാതൊരു ദുഷിച്ചശീലവുമില്ലാത്ത സത്സ്വഭാവിയായ കുതിരയാണ്, വിധേയമാണ്. അങ്ങനെയുള്ള അനഘം, ധ്രുവലക്ഷണാഢ്യം, നിത്യമായ ലക്ഷണങ്ങളോട് കൂടി ശോഭിക്കുന്നതാണ്. ആഢ്യശബ്ദത്തിന് സ്വാമി എന്നാണ് അർത്ഥം, യജമാൻ എന്നാണ് അർത്ഥം.
അപ്പം നിത്യമായ ലക്ഷണങ്ങളുടെ യജമാനനായിട്ടുള്ള കുതിരയാണ്. അതായത് കുതിരയുടെ ലക്ഷണജ്ഞന്മാർ, ഇപ്പോൾ ശ്രേഷ്ഠന്മാരായ കുതിരകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുതിരയുടെ എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്നറിയാം. അതിൻ്റെ കുഞ്ചിയിലെ രോമത്തെ സംബന്ധിച്ചായാലും ചെവിയുടെ ആകാരത്തെ സംബന്ധിച്ചായാലും ഇനി ശരീരത്തിലെ ചുഴിയെ സംബന്ധിച്ചായാലും ഇങ്ങനെ പല ഘടകങ്ങളുടെ അപേക്ഷയിൽ, അതുപോലെ വാലിൻ്റെ വിശേഷതയെ സംബന്ധിച്ചായാലും ഒക്കെ അനേക ലക്ഷണങ്ങൾ ഉത്തമ ലക്ഷണങ്ങളായി കുതിരയ്ക്ക് പറയുന്നുണ്ട്. അപ്പം അത്തരം എല്ലാ ശുഭലക്ഷണങ്ങളാലും ശോഭിക്കുന്ന കുതിരയാണിത്. അങ്ങനെയുള്ള എൻ്റെ മനസ്സാകുന്ന കുതിരപ്പുറത്തേറി, അല്ലയോ വൃഷഭാധിരൂഢ, കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവനെ, നീ മേലിൽ സഞ്ചരിച്ചാലും എന്നാൽ നിനക്ക് വേഗത കൂടും. കാരണം നീ സർവ്വലോകത്തിൻ്റെയും നേതാവല്ലേ, എല്ലായിടത്തും എത്തിപ്പെടണ്ടേ. എനിക്കാണെങ്കിൽ എൻ്റെ മനസ്സാകുന്ന കുതിരപ്പുറത്ത് നീ കയറിയാൽ മോക്ഷമാകുന്ന ഫലമാണ്. ഇങ്ങനെ ചമത്കാരപൂർവം പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാവിശേഷങ്ങളും കൂടി അറിഞ്ഞ് ആരതി തൊഴുതും മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശിവകുടുംബം മംഗളമാണ്. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന സങ്കല്പം എന്താവണമെന്ന് ശിവകുടുംബം നമുക്ക് കാട്ടിത്തരുന്നു. വ്യക്തികൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ്. സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ വിരുദ്ധ സ്വഭാവങ്ങളെല്ലാം അതിജീവിച്ച് ഏക മനസ്സോടെ ഒരു വീടിനുള്ളിൽ സന്തോഷത്തോടെ കഴിയാമെന്ന സന്ദേശം ശിവകുടുംബ സങ്കല്പം നൽകുന്നു. മഹാദേവന്റെ വാഹനം കാളയാണ്, ദേവിയുടേത് സിംഹവും. ഒരാൾ മറ്റേയാളിന്റെ ഭക്ഷണമാണ്. പുത്രനായ ഗണപതിയുടെ വാഹനം എലിയും മുരുകന്റേത് മയിലുമാണ്. ശിവന്റെ കഴുത്തിലെ ആഭരണം നാഗമാണ്. മയിലിന്റെ ഭക്ഷണമാണ് നാഗം. നാഗത്തിന്റെ ഇര എലിയും. എന്നിട്ടും അവയെല്ലാം ഒത്തൊരുമയോടെ ശിവകുടുംബത്തിൽ കഴിയുന്നു. ഇത്തരത്തിൽ ശിവകുടുംബ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ ശ്രീ കൈലാസേശ്വര ശിവക്ഷേത്രം. ശ്രീ കൈലാസേശ്വര ക്ഷേത്രത്തോട് ചേർന്നാണ് പ്രസിദ്ധമായ അനന്തൻകാട് നാഗക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവസ്ഥാനമായും ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ത്രിലോകനാഥന് സ്വയം ശയ്യയായി സമർപ്പിക്കുന്ന ശ്രീ അനന്തനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറുള്ള കോട്ടയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അനന്തൻകാട്ടിലെ നാഗപ്രതിഷ്ഠ നടത്തിയത് മഹാജ്ഞാനിയായ വില്യോമംഗലം സ്വാമിയാണെന്നും വിശ്വസിച്ചു പോരുന്നു. കളമെഴുത്തു പാട്ടാണ് പ്രധാനം. കുടുംബദോഷങ്ങൾ മാറാനായി പാൽ, മഞ്ഞൾ എന്നിവ കൊണ്ടുള്ള അഭിഷേകം ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. അനന്തൻകാടിനോട് ചേർന്നാണ് അരശുമൂട്ടിൽ വാഴുന്ന ഗണപതി പ്രതിഷ്ഠ. ഇതിനരികിലായി മറ്റൊരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. കളരി ഗണപതി എന്നാണ് ഇതറിയപ്പെടുന്നത്. രാജഭരണകാലത്ത് ഈ ക്ഷേത്രത്തിന് ഏറെ പ്രാധാന്യം ലഭിച്ചിരുന്നു. ഈ ഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് കളരി പ്രവർത്തിച്ചിരുന്നതിനാൽ വിഘ്നേശ്വരനെ തൊഴുത് അനുഗ്രഹം വാങ്ങാൻ പടയാളികളും മറ്റും പതിവായി എത്തിയിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിലെ ഒരു തമ്പുരാൻ
നേപ്പാൾ ഭാഗത്തെവിടെയോ പോയിട്ട് പുണ്യ സങ്കേതത്തിൽ നിന്ന് കൊണ്ടുവന്ന 3 ശിവലിംഗങ്ങളിൽ ഒരു ലിംഗം അദ്ദേഹം വെച്ച് പൂജിക്കുകയും പിന്നീട് അവിടെ എന്തോ ഒരു അഗ്നിബാധ ഉണ്ടാവുകയും പിന്നെ പ്രശ്നവിധി പ്രകാരം അദ്ദേഹത്തിന് അത് സകുടുംബമായിട്ടിരിക്കുന്ന മഹാദേവനാണെന്ന് ആ പ്രശ്നചാർത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ അന്ന് കുംഭകർമ്മത്തിലുണ്ടായിരുന്ന കാരണവരോട് അതിവിടെ ദേവി സ്ഥാനമുള്ളതുകൊണ്ട് ദേവിയുടെ അടുത്തത് പ്രതിഷ്ഠിച്ച് ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം 1898 ശ്രീ കൈലാസേശ്വരം മഹാദേവ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ കഴിക്കുന്നത്. അന്നോട്ട് തുടങ്ങി ഇന്ന് വരെ ഭഗവാൻ അഭീഷ്ടവരദായകനായിട്ട് എല്ലാവർക്കും അനുഗ്രഹപ്രാപ്തിയോടുകൂടി ഇവിടെ വസിക്കുന്നു. ലോകമെങ്ങും കീർത്തിയുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറേ നടയിലാണ് കൈലാസേശ്വര ശിവക്ഷേത്രം. ഭഗവാൻ മഹാവിഷ്ണു അനന്തശയനം കൊള്ളുന്ന ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രവും വ്യത്യസ്ത ദേവീദേവന്മാർക്ക് പ്രാധാന്യം കൊടുത്തുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് കൈലാസേശ്വര ശിവക്ഷേത്രം. കേരള മാട്രിമോണി സ്വയംവര പൂജ സമർപ്പിക്കുന്നത് കേരള മാട്രിമോണി, ബിഗ്ഗസ്റ്റ് മാട്രിമോണി സർവീസ് ഫോർ മലയാളീസ്. ഉമാമഹേശ്വരന്മാരുടെയും പുത്രന്മാരുടെയും സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് പരിഹാരം തേടിയും കുടുംബത്തിലെ ഐശ്വര്യത്തിനുമായി ഭക്തർ ഇവിടെ എത്തി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാറുണ്ട്. സ്വയംവര ഹോമവും സ്വയംവര പൂജയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ. വിവാഹ തടസ്സത്തിനും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒഴിയാനുമുള്ള വഴിപാടുകളാണ് ഈ പൂജകൾ. ഇവിടെ വന്ന് മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചവർക്ക് മംഗളസ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം. योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदमस्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य श्रीकुट्टन अनिल नक्षत्रवस्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम श्रीकुट्टन अनिल नक्षत्रवस्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी स्थागरम जंगमस्य मुखाग्रदम अघल्या रोगिणी नक्षत्रवस्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकस्थावर जंगमस्य मुखाग्रदम वश्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम वश्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम वश्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम अरुण कुमार त्रिकेट नक्षत्रवश्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम अरुण कुमार त्रिकेट नक्षत्रवश्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम आतिरा पुरुटा नक्षत्रवश्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम आदिरा पुरुटा नक्षत्रवश्य आगर्षय आगर्षय स्वाहा ओम योगिनी योगिनी योगेश्वरी योगभयंकरी सकलस्थावर जंगमस्य मुखाग्रदम विनीत पुराण नक्षत्रवश्य आगर्षय आगर्षय स्वाहा അഭീഷ്ടവരദായകനായ ഭഗവാന്റെ കൃപയ്ക്കായി മൃത്യുഞ്ജയ ഹോമവും ജലധാരയും ശ്രീ കൈലാസേശ്വര ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. महागणेश निर्भिन्ना विघ्न यंत्र प्रहर्षिता भंडा सुरेंद्र निर्मुक्ता शस्त्र प्रत्यस्त्रवर्षिणी करांगुलीन नगोल्पन्ना नारायण दशाकृति. 1898 ശ്രീ കൈലാസേശ്വര ക്ഷേത്ര പ്രതിഷ്ഠ നടന്നതെന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിലെ ഒരു കോയിത്തമ്പുരാൻ നേപ്പാൾ സന്ദർശിച്ച് മടങ്ങും വഴി 3 ശിവലിംഗങ്ങൾ കൂടി കൊണ്ടുവന്നു. കടുത്ത ശിവഭക്തനായ അദ്ദേഹം ഒരു ശിവലിംഗം വീട്ടിൽ വെച്ച് ആരാധിച്ചു പോന്നു. രാജരാജേശ്വരി രാജ്യധായിനി രാജ്യവല്ലഭാം രാജകൃപാ രാജപീഠ നിവേശ്രിത നിജാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി. ഒരിക്കൽ വീട്ടിൽ അഗ്നിബാധയുണ്ടായപ്പോൾ പ്രശ്നം വച്ചു. വീട്ടിൽ വെച്ച് ആരാധിച്ചു പോരുന്ന ശിവലിംഗം മാറ്റണമെന്നും ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞു. താമസിയാതെ ക്ഷേത്രം നിർമ്മിച്ച്
ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചു. जटाधराय हर हर बोले नमः शिवाय जटाधराय शिव जटाधराय हर हर बोले नमः शिवाय संकल्पेन समर्पितं तव विभो पूजांग्रहाण प्रभो आत्मध्यं गिरिजामगे सकजराः प्राणा शरीरं ग्रहं पूजादो विषयोग भोगरजना निद्रा समाधिस्थिति संचार पदयोः प्रदक्षिण विधि स्तोत्राणि सर्वं गिरो यद्यत् कर्म करोमि. ക്ഷേത്രത്തിനുള്ളിൽ ദേവിയുടെ നിത്യസാന്നിധ്യമുണ്ടെന്ന പ്രശ്നവശാൽ തെളിഞ്ഞതിനെ തുടർന്ന് ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് പിന്നീട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പൂജകളും വഴിപാടുകളും ഉമാമഹേശ്വര സങ്കല്പത്തിലാക്കി. ഗണപതിയുടെയും സ്കന്ദന്റെയും സാന്നിധ്യം കൂടിയായപ്പോൾ ക്ഷേത്രത്തിന് കൈലാസേശ്വര ക്ഷേത്രം എന്ന പേരും ലഭിച്ചു. കുടുംബശ്രേയസ്സിനായി പ്രാർത്ഥിക്കുന്നവരുടെ പുണ്യസങ്കേതമായി ശ്രീ കൈലാസേശ്വര ക്ഷേത്രം മാറി. കൂവക്കര മഠവുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ശിവകുടുംബ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പൂജയും ആരാധനയും നടത്തുന്നത് ഫലസിദ്ധി ഇരട്ടിയാക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു.